Hello everyone, welcome to the new episode of Escape Family Vlogs. വിഷു അടുത്തെത്തി. ഇത്തവണത്തെ വിഷു ഞാൻ ഇവിടെ UK ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും നൂനിയുടെയും കൂടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് പോകുകയാണ്. നീണ്ട 3 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം എനിക്കും ഫ്ലൈറ്റിനകത്തേക്കുള്ള എൻട്രി കിട്ടി. ഞാൻ ഈ റയനെയർ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ടാറ്റാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വിഷു ഷോപ്പിങ്ങിനായിട്ട് പോയി. കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ ആ ഷോപ്പിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് KFCയിലേക്ക് വന്നു. ഞാനിവിടെ വന്നതിന് ശേഷം KFCയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ത്രൂ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയതുകൊണ്ട് നമ്മളധികം ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പം നമുക്ക് ഫുഡ് വാങ്ങി തരാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഫുഡും കൊണ്ട് ചേട്ടൻ വന്നിട്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത് ഷൂട്ട് ചെയ്താണ് കേട്ടോ. ആദ്യം ഓൾറെഡി വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാക്കോട്ട് പോയി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് ചിക്കൻ വാങ്ങി, പിന്നെ വിങ്സ് ഉണ്ടായിരുന്നു, പിന്നെ നൂനിയുടെ കുറച്ച് ഐറ്റംസ് അത് അവൾ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ ടെസ്കോയിൽ ഇറങ്ങി കുറച്ച് വിഷു ഷോപ്പിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങി. വിഷുക്കണി ഒരുക്കണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഫ്രൂട്ട്സും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വാങ്ങി. പിന്നെ നമുക്കിവിടെ കണിക്കൊന്ന ഉണ്ടായിരുന്നില്ല. അപ്പം വരണ വഴിക്ക് ഇവിടെ കാണുന്ന ഒരു മഞ്ഞ പൂവും ഞങ്ങൾ കുറച്ച് പറിച്ചിട്ട് വന്നു. ആരും കാണാത്തതുകൊണ്ട് നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. മറ്റേ ഇവിടുന്ന് ഫ്ലവേഴ്സൊക്കെ പറിക്കുന്ന ഇത്തിരി പാടാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വഴക്കുറയും. അപ്പോൾ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചായയും ലഡുവും ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഒരു ടീ ടൈമും കൂടി. പിന്നെ നമ്മൾ വിഷുവിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ, കട്ടൻ ചായ ചേച്ചിക്ക് പാലലർജിയാണ്. സോ അവൾ കട്ടൻ ചായയാണ് ഓടിക്കുന്നത്. കണ്ടോ, ഇതാ ഞാൻ ആദ്യം പറഞ്ഞ മഞ്ഞപ്പൂവ്. കണിക്കൊന്നേനെ പോലെ ഏകദേശം ഇരിക്കുന്നുണ്ട്, പക്ഷേ കണിക്കൊന്നയല്ല, ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവറാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം സിനിമ കണ്ടു. രോമാഞ്ചമായിരുന്നു കണ്ട്. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഹാങ് ഓവർ മാറ്റാനായിട്ട് നമ്മൾ പ്രണയവിലാസം കണ്ടു. അതും കഷ്ടമായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നു, വിഷു ഒരുക്കലും. ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളിവിടെ വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മേനെ വിളിച്ചായിരുന്നു. അവിടെ അവർ വിഷുക്കണി കണ്ടു പറഞ്ഞു നാട്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ച് വിഷുക്കണി ഒരുക്കുകയാണ്. ഇതാണ് കേട്ടോ വാങ്ങിയ ഫ്ലവേഴ്സ്. നല്ല കുറേ പൂക്കളുണ്ടായിരുന്നു. നൂനി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് വെച്ച് നല്ലൊരു വിഷുക്കണി ഒരുക്കി കേട്ടോ. ആദ്യമേ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ എടുത്ത് വെച്ചു. അത്യാവശ്യം നല്ലൊരു വിഷുക്കണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വിഷുക്കണി. ഇതിനകത്ത് വീണ്ടും കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് നടത്തി കൃഷ്ണനെ ഇപ്പുറത്തേക്കൊന്നാക്കി.
നമുക്ക് കണ്ണാടി കൂടെ കൃഷ്ണനെ കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട്. പിന്നെ നമ്മൾ കുറേ സെൽഫീസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഏകദേശം 1:45 നമ്മൾ എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ. രാവിലെ വിഷുക്കണി അതുകൊണ്ട് കറക്റ്റ് 4 മണിക്കൊന്നും കണ്ടില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കാണാമെന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു. ഇനി ഒരു ഫൈനൽ ടച്ചപ്പും കൂടെ കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വിഷുക്കണി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ദെൻ ഞങ്ങൾ പിന്നെ കുറേ സെൽഫിയൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം കിടന്നുറങ്ങി. അതിരാവിലെ 8 മണിക്കാണ് നമ്മൾ വിഷുക്കണി കാണാനായിട്ട് എഴുന്നേറ്റത്. അപ്പം വെളിച്ചമൊക്കെ വന്നിരുന്നു. പക്ഷേ കർട്ടൻ വെച്ച് മറിച്ചതിന് ശേഷം നമ്മൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇത് ഞങ്ങൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നതാണ്. വിഷുവായിട്ട് വിഷു കൈനീട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. പിന്നെ നമ്മളുടെ സദ്യ. അപ്പോഴത്തേക്ക് ചേച്ചി എഴുന്നേറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു 2 അച്ചാറിട്ടു, പിന്നെ അവിയൽ, മോര് കറി, പായസം, അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിരുന്നു. രാവിലെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടാണ് വന്നിട്ട്. പിന്നെ ചേട്ടനുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കണ്ടിട്ടാണ് കറക്റ്റ്. ഇത്രയ്ക്കൊക്കെ നമ്മളൊരു കുഞ്ഞു സദ്യയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 4 മണിയായി ഞങ്ങൾ സദ്യ കഴിക്കുമ്പോൾ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ, പപ്പടം. അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഷു വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക്സ് ഫോർ വാച്ചിങ്.